ചേലക്കര മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം മുറുകുന്നു. ഭരണ തുടർച്ചയ്ക്കായി LDF ഭരണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ചേലക്കര ബൈപ്പാസ് എവിടെയെന്ന് ചോദ്യമുയർത്തി വോട്ടർമാർ പ്രതിഷേധിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്നവർ കേരളവും ഭരിക്കണമെന്ന നിലപാടിലാണ് മറ്റൊരു വിഭാഗം. മണ്ഡലത്തിലെ സമ്മിശ്ര ജനവികാരം തേടിയുള്ള CCVയുടെ ജനശബ്ദം 2ാം എപ്പിസോഡ് കാണാം. പറയാൻ പറ്റില്ല. മണ്ഡലത്തില് UR പ്രദീപ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹം തന്നെ വരും, സംശയമില്ല. പിണറായി വിജയന്റെ 3ാം സർക്കാർ വരും, തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഭൂരിപക്ഷം കൂടും എന്നാണോ പ്രതീക്ഷ? കൂടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ആരോഗ്യ മേഖലയായാലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയായാലും അതുപോലെ തന്നെ റോഡുകൾ, മറ്റെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ചേലക്കര മാത്രമല്ല കേരളത്തിൽ മൊത്തം ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തും എന്നാണ് വിശ്വാസം. അപ്പോൾ 10 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ BJP കോൺഗ്രസ് ഒക്കെ പറയേണ്ട ഒരു മാറ്റം വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമുണ്ടോ? ഇല്ല, അവർക്ക് പറയാം, മാറ്റം വേണമെന്ന് പറയാം. ജനങ്ങൾ ആണല്ലോ ഇത് തീരുമാനിക്കേണ്ടേ മാറ്റം വേണമെന്ന്. മാറിക്കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഈ ചെയ്തതിൽ കൂടുതൽ ഇവർ ചെയ്യുമെന്ന് പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ച്. BJPൻ്റെ പ്രസക്തമാണ് ഇവിടെ. ചെയ്യുമെന്നുള്ള പ്രതീക്ഷയൊന്നും ജനങ്ങൾക്കില്ല. കാരണം മുൻകാലങ്ങളിൽ UDF ഭരിച്ചപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി തന്നെ ഇവിടെ അധികാരത്തിൽ വരും എന്നാണ്. അറിയില്ല, രണ്ടാൾക്ക് ചാൻസ് ഉണ്ട്. രണ്ടാൾ UDF LDF. NDAക്ക് ഇല്ല, ഇത് 3ാം സ്ഥാനത്തല്ലേ. ഈ 2 പാർട്ടിക്ക് ചാൻസ് ഉണ്ട്. എന്താ അഭിപ്രായം? ആര് ജയിക്കുന്നതാണ്? LDF ജയിക്കും. എന്താ സംശയം? കാരണം എന്താ LDF? കാരണം അവരുടെ വികസനവും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടെ പിന്നെ അറിയാലോ 30 വർഷമായിട്ട് LDF തന്നെ. അപ്പോൾ അതൊരു മാറ്റം വേണമെന്നില്ല. എനിക്കില്ല, ഞാൻ ഒരു LDF കാരനാണ്, അതുകൊണ്ട് എനിക്കില്ല. ചേലക്കര ആര് ജയിക്കുന്നതാണ്? ചേലക്കര സംശയം എന്താ? UR യാതൊരു സംശയം വേണ്ട. എന്താ പ്രത്യേകിച്ച് കാരണം? ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ച മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കരയിലെ ജനങ്ങൾ അത് തിരിച്ച് വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപേട്ടൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെ സർക്കാർ വരുമോ? പിണറായി വിജയൻ 3ാമത്തെ പ്രാവശ്യം വരുമോ? സംശയമില്ല കാര്യത്തിൽ. ജനങ്ങളെല്ലാം അങ്ങനെ തന്നെ അല്ലേ. എല്ലാ വാചകങ്ങളും നിങ്ങൾക്കൊന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങൾ ഒറ്റ മനസ്സോടെ ഒരേ വാക്കോടെ പിണറായി നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ തന്നെയാണ് പറയുന്നത്. ചേലക്കരയിൽ ആര് ജയിക്കുന്നുണ്ട്? ചേലക്കരയിൽ പ്രാവശ്യം ശിവൻ വീട്ടിക്കും ജയിക്കും തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഈ 30 കൊല്ലത്തെ ഇവിടുത്തെ വികസന മുരടിപ്പിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ അവരെ പ്രതിഷേധം വോട്ടിലൂടെ ശിവൻ വീട്ടിക്കുന്ന് വിജയിപ്പിക്കും. വികസന മുരടിപ്പ് എന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റും? കഴിഞ്ഞ 30 വർഷമായിട്ട് ചേലക്കരയിൽ നല്ലൊരു ആശുപത്രി, നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, തൊട്ടപ്പുറത്തെ നിയോജകമണ്ഡലങ്ങളായുള്ള ആലത്തൂര്, ഒറ്റപ്പാലം, വടക്കാഞ്ചേരി നിയോജകമണ്ഡലങ്ങളിലത്തെ ആശുപത്രിയും ചേലക്കരയുടെ ആശുപത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ പരിശോധിക്കും. അതേപോലെ തന്നെ ചേലക്കരയിൽ വളരെ കാലങ്ങളായിട്ട് പറയുന്നതാണ് ചേലക്കര ബൈപ്പാസ് വരുന്നത്. ഈ ബൈപ്പാസിന് ഒരു മഞ്ഞക്കല്ല് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വരുമ്പോൾ മാത്രം ഒരു പെയിൻ്റ് അടിച്ച് അവിടെ ഇടുക എന്നല്ലാതെ യാതൊരുവിധ നീക്കങ്ങളും അതിനുവേണ്ടി നടന്നില്ല. ഈ ചേലക്കരയിലെ ജനങ്ങൾ ഇവിടെ തീപിടുത്തമോ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കേണ്ട ആവശ്യങ്ങളോ വരികയാണെങ്കിൽ ഇവിടെ ഒരു ഫയർ സ്റ്റേഷനോ ഫയർ റെസ്ക്യൂ സെൻ്ററോ ഇല്ല. അതുപോലെ തന്നെയാണ് പഴയന്നൂർ റിംഗ് റോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എവിടെയാണ് ഇവിടുത്തെ റിംഗ് റോഡ്? പിന്നെ അതിനുശേഷം ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, ചേലക്കരയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു RTO ഓഫീസ് കൊണ്ടുവരുന്നത്. ചേലക്കര RTO ഓഫീസിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? പിന്നെ അതുപോലെ ചേലക്കരയിലുള്ള പരക്കാട് റൈസ് മില്ലിൽ ഒരുപാട് ജനങ്ങൾക്ക് ജോലി തരുമെന്ന് പറഞ്ഞിട്ട് 2, 3, 4 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ റൈസ് പാർക്കിൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ അതേപോലെ തന്നെ ഇവിടെയുള്ള ഉൾറോഡുകളുടെ അവസ്ഥ എന്താണ്? മറ്റ് നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ചേലക്കരയിൽ എത്ര BMBC റോഡുകളുണ്ട്? ഇതൊക്കെയാണ് ജനങ്ങൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. ആ പരിശോധന ശിവൻ വീട്ടിക്കുന്നതിന് അനുകൂലമായിട്ടുണ്ടാവും. UR പ്രദീപ്. എന്താ കാരണം? വികസനം അതന്നെയാണ്. എന്തൊക്കെയാ ഇവിടെ വികസനം ഉണ്ടായത്? റോഡ്, പിന്നെ സ്കൂള്,
ആശുപത്രി ഒന്നും പോരാന്ന് പറയുമല്ലോ ആൾക്കാർ. ഇത് പോരാന്ന് ആരും പറയില്ല. അത് കുറച്ച് ആൾക്കാരുടെ ഇതാണ് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം? ഇവർക്ക് 20,000 വോട്ടിന് മുകളിൽ ചേലക്കരയിൽ ആരും ജയിക്കാം? ചേലക്കരയിൽ ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവാണ്. അത് നിഷ്പക്ഷമായിട്ട് പറയാം. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് യു ആർ പ്രദീപ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വൻ ഭൂരിപക്ഷം കിട്ടും. കാരണം ഇവിടെ ഐക്യജനാധിപത്യത്തിന് മത്സരിക്കുന്ന ലീഗും കോൺഗ്രസും തമ്മിലുള്ളൊരു വടംവലിയിൽ അവർക്ക് ചിഹ്നം കിട്ടിയില്ല, ഗ്യാസ് സിലിണ്ടറാണ്. അതൊന്ന്. പിന്നെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ഈ പ്രദീപ്. ആർക്കും എന്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പറയാണ്. അതുകൊണ്ട് ചേലക്കരയിൽ യു ആർ പ്രദീപ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ ചെയ്യും. തുടർഭരണം ഉണ്ടാവോ? തുടർഭരണം ഉണ്ടാവുമെന്നാണ് എൻ്റെ കണക്കായി. എൻ്റെ ഇടതുപക്ഷ മുന്നണി എന്ന രീതിയിലല്ല, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്, ഞാൻ അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ ഞാനത് മേടിക്കുന്ന ഒരാളാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ഞങ്ങൾക്ക് ഈ മാർച്ച് ഏപ്രിൽ വരെയുള്ള കുടിശ്ശിക മുൻകൂട്ടി തീർത്തു വന്നു. പിന്നെ ആരോഗ്യവകുപ്പ് എടുത്തു പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ സാധാരണക്കാരന് ഏറ്റുപാലഞ്ചാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ ഒരു സാമ്പത്തിക ചെലവില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ് മതി. ഞാൻ അതിൻ്റെ ഒരു മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല മരുന്നുകളും 5 പൈസ ചെലവില്ലാതെ ഞങ്ങൾക്ക് എക്കോ ടെസ്റ്റ് അങ്ങനെ എന്തൊക്കെ അത്യാധുനിക എല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ആണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് അങ്ങനെ ചേലക്കര ഇപ്പം ഞാനിപ്പോൾ എന്നാ പറയണേ, ഇവര് അതായത് പ്രദീപാണ് ജയിക്കേണ്ടതൊരു കാര്യം പുള്ളി അങ്ങനെ ചെയ്തിരിക്കണേ. രാധാകൃഷ്ണന്റെ പിന്തുണക്കാരനല്ലേ, അപ്പൊ അങ്ങനെയല്ലേ ജയിക്കേണ്ടത്, അങ്ങനെയല്ലേ വരേണ്ടത്. അങ്ങനെയാണോ വരേണ്ടത്? മാറണ്ടേ? മാറിയിട്ട് തന്നെ കാര്യമുള്ളത്. കാരണം മാറുവാണെങ്കിൽ ഇവര് വന്നം, BJP-ക്കാർ വന്നം. അവിടെ എങ്ങനെയാലും മതിയല്ല. അത് വന്നെങ്കിലേ കാര്യമുള്ളൂ. കാരണം കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ ഇവിടെയും ഭരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവരെ കൊണ്ട് ഒരു കാര്യവും ഇല്ല. കാരണം എന്താ വെച്ചെന്നാൽ ഞാൻ വയ്യാതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. അന്നേരം അത് നിർത്തലാക്കി. ഏത് വളം മേടിക്കാൻ വേണ്ടി ചേലക്കരയും കീടനാശിനി മേടിക്കാൻ തിരുവനന്തപുരത്തിന് പോകാൻ പറ്റുമോ? അപ്പം പറഞ്ഞ് ബയോകെമിസ്ട്രി പഠിക്കണം. ആരും ഇനിയിപ്പോൾ ഈ 60 വയസ്സാകാൻ പലരൊക്കെ ബയോകെമിസ്ട്രി പഠിക്കാൻ പോകണ്ടേ? അപ്പം പറഞ്ഞ് പിന്നെ ഒരുത്തനുള്ളത് അവൻ വേറെ കാര്യം ഓടിച്ചോണ്ടിരിക്കുക. പിന്നെയുള്ള പെണ്ണുങ്ങളെ ബയോകെമിസ്ട്രി പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവന്മാർ കയറിയിട്ട് കാര്യം ഒരു ഇവന്മാർ കയറുന്നത് സാധാരണക്കാരായ മനുഷ്യനൊരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. അത് പറ്റിയാൽ പിന്നെ ഇവന്മാർ എന്തിനാ കയറുന്നത്? അമ്പലം പണിയുന്നില്ലേ? അമ്പലം എന്നാ കാണിക്കാനായിട്ടാ? അമ്പലം അവിടെ പഠിച്ചവർ വെച്ച് ആറ് കൊടുക്കാനാ? ഹിന്ദുക്കൾക്ക് അമ്പലമല്ലേ വേണ്ടത്? ആരപ്പം ജയിക്കാന്നിപ്പോ തീരുമാനമില്ല. അഭിപ്രായം ഇപ്പൊ എന്താ? ചേലക്കരയിൽ ആരാ ജയിക്കാൻ സാധ്യത? കോൺഗ്രസ് ജയിക്കോ BJP ജയിക്കോ? ചേലക്കരയിൽ ആര് ജയിക്കുന്നതാണ് തോന്നുന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം മൂന്ന് നല്ല കട്ടക്കുള്ള തന്നെയാണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഒരു സാധ്യത കാണുന്ന പ്രദീപിനാണ്. നിങ്ങൾ പ്രദീപിന്റെ സപ്പോർട്ടറാണോ? സപ്പോർട്ടറായിട്ടല്ല, ആള് എന്ന് വെച്ചാ എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ എന്നാലും ഒരു പ്രത്യേകത ആളിന് തോന്നുന്നു. പിണറായി വിജയന്റെ 3ാമത്തെ സർക്കാർ വീണ്ടും വരും. മൂന്നാമത്തെന്ന് വെച്ചാ ഇപ്പോഴത്തെ സാഹചര്യത്തില് എല്ലാം കൊണ്ട് നോക്കുമ്പോ എന്ന് വെച്ചാൽ ആശുപത്രികള്, റോഡുകള്, അങ്ങനെ ഒരുപാട് വികസനത്തില് ആൾ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം. അത് നമ്മുടെ പ്രദീപ്. എന്താ കാരണം പ്രദീപ് ജയിക്കുന്നു പറയുന്നത്? അയാള് ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ ആള് എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരു എന്താ പറയുക, ജനങ്ങളിൽ ഒരു ഇതുണ്ട് അയാളിനെ കുറിച്ചിട്ട്. ജനങ്ങൾക്ക് എന്താ ശിവൻകുട്ടിയും അവരിനെയൊന്നും വലിയ നമുക്ക് അറിയപ്പെടാത്ത ഒരാളാണ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ചേലക്കരയിൽ തന്നെ ഉള്ള ഒരു മനുഷ്യനാണ്. അയാള് ജയിക്കുന്നതാണ് എൻ്റെ ഒരു. ചേലക്കരയിൽ ആര് ജയിക്കുന്നതാണ് അഭിപ്രായം? നമ്മുടെ പ്രദീപ്. കാരണം എന്താ പ്രദീപ്?
കുറെ നല്ലതാണ്, ആളുടെ നല്ല വിശ്വാസങ്ങളാണ്. എന്റെ അഭിപ്രായത്തിൽ ആരാ ജയിക്കേണ്ടത്? ഇവിടെ ഇപ്പം നമുക്ക് അത് നിങ്ങൾ ലൈവായിട്ടല്ലേ അല്ലേ ഇത് കാണുമോ അവിടെ? ഇവിടെ ജയിക്കേണ്ടത് ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. ചേലക്കരയിൽ ആരാ ജയിക്കണമെന്ന്? ചേലക്കര ഇപ്പം ആരാ ജയിച്ചെന്നുള്ള ആർക്കും ഉറപ്പ് പറയാൻ പറ്റും. കാരണം 3 പാർട്ടിയിൽ നിൽക്കണം. BJP ഉണ്ട്, LDF ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇതിലിപ്പോൾ ആര് ജയിക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്താ അഭിപ്രായം? ആര് ജയിക്കണമെന്ന അഭിപ്രായം? അതിപ്പോൾ ഞാൻ ഒരാളിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷമായിട്ട് അവർ രംഗത്ത് ഭരിക്കാൻ കഴിയും. ഈ 10 വർഷം കൊണ്ട് അവർ എന്ത് നേടി, ഇവിടെ എന്തുണ്ടാക്കിയത്? പാവപ്പെട്ടവന് ഇന്ന ജോലി കൊടുക്കല്ലെങ്കിൽ അത് ബാക്കാൻ ചെയ്തിട്ട് ഇന്നൊക്കെ വെച്ചിട്ടുണ്ടോ? അപ്പം ആര് ജയിക്കണം ഇവിടെ? പിന്നെ ഞങ്ങളുടെ അവിടെ വെങ്ങാലൂർ അവിടെ ഒരു കോഴി വന്നിട്ട് ഞങ്ങൾ ജനങ്ങളെ കുത്തി അവിടെ നിന്ന് പറത്ത് പറഞ്ഞേക്ക് ചെയ്യണം, ജീവിക്കാൻ പറ്റാണ്ട്. അവിടെ ഉള്ളവർ അവിടെ നിന്ന് കൊണ്ടുവന്നു. അതേപോലെ ഇനിയും അവിടെ കോഴികൾ വരണം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇത്ര ഇതാണെന്ന് അവരത് ജനങ്ങളെ ദ്രോഹിക്കല്ല വേണ്ട. ജനങ്ങളില്ലാത്തവർക്ക് കൊടുക്കട്ടെ, അതിന് ഞങ്ങളാരും തടസ്സമല്ല. പിന്നെ ആർക്ക് ഓടിക്കും? ഇതാണ് എൻ്റെ വിഷം. എനിക്ക് 10-78 വയസ്സായി. ചേലക്കരയിൽ ആര് ജയിക്കുന്നത് തോന്നുന്നു? നമ്മുടെ LDF അതുണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ എന്തായാലും അവൻ ജയിക്കാൻ സാധ്യതയുണ്ട്. ആരാ ജയിക്കാന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ. അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് LDF ആണ്. ഈ പ്രാവശ്യം ആരാ ജയിക്കാന്നുള്ളത് വോട്ടെടുത്ത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഇവിടെ ഇല്ലാതിരുന്ന ഒരാളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ പ്രദീപിനെ സംബന്ധിച്ചിരുന്നുള്ള മതിപ്പുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ബാക്കി എനിക്കതിനെ കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ഇല്ലായിരുന്ന അടുത്ത കാലത്ത് വന്നതാണ്. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919.